പഠിക്കുന്ന കാലത്ത് ഒരു മഹാനായ പ്രൊഫസർ വൈ കല്യാണസുന്ദരം എന്ന ഒരു മഹത് വ്യക്തിയുടെ ശിഷ്യനായിട്ട് പഠിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനവുമുള്ളൊരു വ്യക്തിയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം വന്ന ക്ലാസ്സിൽ ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. വെൻ ക്യാൻ എ കറക്റ്റ് ഡെസിഷൻ ബി റോങ്? ശരിയായ തീരുമാനം തെറ്റുന്നത് എപ്പോൾ? ഞങ്ങളെല്ലാം കുത്തിയിരുന്ന് ആലോചിച്ചു, ഇതെങ്ങനെ ശരിയായ തീരുമാനം തെറ്റുക? ശരിയായ തീരുമാനം എന്ന് പറഞ്ഞല്ലേ, അതെങ്ങനെ ഒരു തെറ്റായ തീരുമാനമാവും? ഞങ്ങൾക്കാർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല. നിശബ്ദത ഭേദിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരം വന്നു. തെറ്റായ സമയത്തെടുക്കുമ്പോൾ, താമസിച്ചെടുക്കുമ്പോൾ. ചില തീരുമാനങ്ങൾ അങ്ങനെയാണ്. താമസിച്ചെടുത്താൽ ആ തീരുമാനം തെറ്റായ തീരുമാനം തന്നെയാണ്, ശരിയാണ് നിങ്ങൾക്ക് തോന്നിയാലും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങളുടെ വാർഷിക പരീക്ഷ മാർച്ച് മാസത്തിലാണ്. നന്നായി പഠിക്കാമെന്ന് ഏപ്രിൽ തീരുമാനമെടുക്കുന്നു. നന്നായി പഠിക്കണം എന്നുള്ളത് ശരിയായ തീരുമാനം തന്നെയാണ്. പക്ഷെ ആ തീരുമാനം എടുക്കുന്ന ഏപ്രിൽ മാസത്തിലാണെങ്കിലോ? 2025 മാർച്ചിലെ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കണമെന്ന് 2025 ഏപ്രിൽ എടുക്കുന്ന തീരുമാനം അത് തെറ്റായ തീരുമാനം തന്നെയാണ്. എന്താണ് ഒരു ഡിസിഷൻ? ഒരുപാട് നേരം ഒരുപാട് രീതിയിൽ ആലോചിക്കരുത്, അത് പിന്നെ ചിലപ്പോൾ കൺഫ്യൂഷനാണ്. തീരുമാനങ്ങൾ എടുക്കാൻ പെട്ടെന്ന് നിങ്ങൾക്ക് കഴിയണം. ഞാൻ ഓർക്കുന്നത് 2 പേരെയാണ് പെട്ടെന്ന് തീരുമാനമെടുത്തത്. ഒന്ന് എൻ്റെ ഒരു വിദ്യാർത്ഥിനി, ഒന്ന് ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഡ്രൈവർ. എൻ്റെ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിനി ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ അന്ന് ആദ്യ ദിവസം ചോദിച്ചു എന്താണ് ആഗ്രഹം എന്ന് എല്ലാവർക്കും ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങണം. ഞാൻ ചോദിച്ചു എന്താ കാരണം? സാർ, ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാൽ എൻ്റെ ഫോട്ടോ ഏറ്റവും വലുതായിട്ട് പത്രത്തിൽ വരും. എൻ്റെ ഫോട്ടോ ഏറ്റവും വലുതായിട്ട് പത്രത്തിൽ വരണം, അതിനുവേണ്ടി ഫസ്റ്റ് റാങ്ക് വാങ്ങണം. ഇതായിരുന്നു കാരണവും പറഞ്ഞത്. കുട്ടി എന്തായാലും നന്നായിട്ട് പഠിച്ചു, അതിനുവേണ്ടി നല്ല വർക്ക് ചെയ്തു. ഡോക്ടർ ആവണമെന്ന് ആണ് ആ കുട്ടി ആഗ്രഹം പറഞ്ഞിരുന്നത്. ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി വർക്കൊക്കെ ചെയ്തു. 10ലെ പരീക്ഷ എഴുതി, റിസൾട്ട് വന്നപ്പോൾ 7ാമത്തെ റാങ്കാണ് കുട്ടിക്ക്. കുട്ടിയെ കാണാൻ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ, ഞാനിരിക്കുമ്പോൾ പത്രക്കാരവിടെ വന്നു ഫോട്ടോ എടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും. പത്രക്കാർ ചോദിച്ചു കുട്ടിക്ക് ഭാവിയിൽ എന്താകണം? കുട്ടി പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് UN സെക്രട്ടറി ജനറൽ ആകണം. UN പാർഷ്യാലിറ്റി കാണിക്കുന്നു. അമേരിക്കയിൽ ഓഫീസായതുകൊണ്ട് അമേരിക്കയിലോട്ട് ബയാസ്ഡാണ് തീരുമാനങ്ങളൊക്കെ. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കെതിരാണ് UN പല തീരുമാനങ്ങളും. അതുകൊണ്ട് എനിക്ക് UN സെക്രട്ടറി ജനറൽ ആകണം. എന്നിട്ട് UN ഓഫീസ് ഒരു ഷിപ്പാക്കണം. ആ ഷിപ്പ് ലോകം മൊത്തം സഞ്ചരിക്കണം. ഒരു രാജ്യത്തോടും കടപ്പാടില്ലാതെ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ഏജൻസി ആക്കണം എന്ന് പറഞ്ഞ് നന്നായിട്ട് വാചകം അടിച്ചു. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, ഡോക്ടർ ആവണമെന്നാണല്ലോ ആഗ്രഹം എന്നോട് പറഞ്ഞിരുന്നത്, ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ ആവണമെന്ന് പറഞ്ഞു. ഈ ആഗ്രഹം പറഞ്ഞില്ലല്ലോ ഇതുവരെ. പെട്ടെന്ന് കുട്ടി പറഞ്ഞു, എനിക്ക് UN സെക്രട്ടറി ആവണ്ട സാർ. ഞാൻ ചോദിച്ചു, പിന്നെ പത്രക്കാരോട് ഇത്രയും പറഞ്ഞത് എന്തിനാ? അത് സാറ് നാളെ പത്രം കാണുമ്പോൾ മനസ്സിലാവും സാർ. ഇത്രേ കുട്ടി പറഞ്ഞു. പിറ്റേ ദിവസം പത്രവാർത്ത കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടതായിരുന്നു. 1ാം റാങ്കുകാരൻ്റെ ഫോട്ടോ ഇച്ചിരി വലുതാണ്, പക്ഷേ അതിനെക്കാട്ടി വലുതാണ് 7ാം റാങ്കുകാരിയുടെ ഫോട്ടോ. UN ഭാവി സെക്രട്ടറി ജനറൽ ഇതാ തലക്കെട്ട്. വൻ വാർത്ത കുട്ടിയെക്കുറിച്ച്. 1-2 ദിവസം കൊണ്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും റാങ്ക് വാങ്ങിച്ച കുട്ടികളുടെ വാർത്തകളും ഇൻ്റർവ്യൂകളും എല്ലാം അവസാനിച്ചു. ഈ കുട്ടിയുടെ ഇൻ്റർവ്യൂകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും മാഗസീനുകളിലും പത്രങ്ങളിലും പല ലേഖനങ്ങളിലും 1 വർഷത്തോളം നിറഞ്ഞു നിന്നു. ഇത് കുട്ടിയുടെ അച്ഛനോ അമ്മയോ അധ്യാപകരോ ആരും പറഞ്ഞു കൊടുത്തതല്ല. ആ നിമിഷത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുത്തു, എനിക്ക് വാർത്ത സൃഷ്ടിക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറയണം. ശരിയായ സമയത്ത് എടുത്ത ശരിയായ തീരുമാനം, അത് എക്സലൻ്റ് ഡെസിഷൻ. അതായിരിക്കണം നിങ്ങൾ. ഇതുപോലൊരു കഥയുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറി കണ്ടുപിടിച്ചപ്പോൾ പലയിടത്തും അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തെ. അങ്ങനെ കുറേയധികം സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പോകുന്ന വഴിയിരുന്ന ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പല വേദികളിലും ഈ റിലേറ്റിവിറ്റി തിയറി പറഞ്ഞ് മടുപ്പായിപ്പോയി. പക്ഷെ ആൾക്കാർ വിളിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല, പോയേ പറ്റൂ. അപ്പോൾ ഡ്രൈവർ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി ഒരേ കാര്യം പറഞ്ഞ് കേട്ട് ഞാൻ കാണാപ്പാടമാക്കി. ഒരു കാര്യം ചെയ്യാം, അദ്ദേഹം തങ്ങളുടെ കോട്ട് ഊരി തരും, ഞാൻ ഇട്ടുകൊണ്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ് ഞാൻ പോയി പറയാം എന്ന് പറഞ്ഞ് ഐൻസ്റ്റീൻ്റെ ആ തിയറി അത്രയും തിരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു. ഐൻസ്റ്റീൻ ഹാപ്പിയായി, കാരണം നന്നായിട്ട് പറഞ്ഞു. ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഐൻസ്റ്റീനെക്കാട്ടി കുറേ കൂടെ നല്ല ടോൺ ആൻഡ് ട്യൂൺ വേരിയേഷനിൽ കുറച്ചുകൂടെ ബെറ്റർ വേ ആയിട്ട് പറഞ്ഞു.
എന്തായാലും ഐൻസ്റ്റീൻ്റെ കോട്ട് ഊരി കൊടുത്തു. ഡ്രൈവർ ഐൻസ്റ്റീനായിട്ട് ബാക്കിലിരുന്നു. ഐൻസ്റ്റീൻ വാഹനം ഓടിച്ചു പോയി. വേദിയിലെത്തിയപ്പോൾ ആൾക്കാരെ ഡ്രൈവറെ ഹാരമിട്ട് സ്വീകരിച്ച് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ് സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി. അവിടെ ഇരുന്ന് ഡ്രൈവർ ഐൻസ്റ്റീൻ എന്ന വ്യാജേന റിലേറ്റിവിറ്റി തിയറി ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. വൻ കരഘോഷമായപ്പോൾ ഐൻസ്റ്റീൻ അഭിമാനം കൂടി. ഇതിൻ്റെയൊക്കെ പേരാർക്ക? ഐൻസ്റ്റീനാണ്. കാരണം വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇടിവെട്ടും പോലെ ഒരു ഷോക്ക് അടിച്ചു ഐൻസ്റ്റീന്. പെട്ടെന്നായിരുന്നു. 2 ശാസ്ത്രജ്ഞന്മാർ വേദിയിൽ നിഴിച്ച് ഹൈ ലെവൽ ആപ്ലിക്കേഷനിൽ 2 ചോദ്യങ്ങൾ ചോദിച്ചു. അത് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യനാണ്. അത് തിയറി കേട്ട് കാണാപ്പാഠം പഠിച്ച ഒരാൾക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഡ്രൈവർ പറയില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ അതോടെ ഐൻസ്റ്റീൻ എന്ന ലേബലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ ചിന്തിച്ചു, ഇതെന്ത് ആൾക്കാർ പറയും? ഐൻസ്റ്റീൻ്റെ തിയറിയെക്കുറിച്ച് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ ഐൻസ്റ്റീന് അറിയില്ലെന്നാവും. അങ്ങനെ പെട്ടെന്ന് വിഷണ്ണനായപ്പോൾ അടുത്ത ഇടിവെട്ട് പോലെ ഡ്രൈവറുടെ മറുപടി പെട്ടെന്നായിരുന്നു. ദീസ് ക്വസ്റ്റ്യൻസ് ആർ ടു സിമ്പിൾ, ഈവൻ മൈ ഡ്രൈവർ ക്യാൻ ആൻസർ. എ ഡ്രൈവർ കം ഹിയർ ആൻഡ് ആൻസർ. ഈ ചോദ്യങ്ങൾ വളരെ ലളിതമാണ്. എൻ്റെ ഡ്രൈവർക്ക് പോലും ഉത്തരം പറയാൻ കഴിയും. ഡ്രൈവറോട് ഒന്ന് ഉത്തരം പറയൂ. ഡ്രൈവറായിട്ട് നിൽക്കുന്ന ഐൻസ്റ്റീൻ പോയി ഉത്തരം പറഞ്ഞ ആൾക്കാർക്ക് ഇരട്ടിക്കരയായി. കാരണം എന്താ? ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയുടെ ആപ്ലിക്കേഷൻ, ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയുടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയാൻ ഡ്രൈവർക്ക് പോലും അറിയാൻ ഡ്രൈവറെ പോലും പഠിപ്പിച്ചിരിക്കുന്നു. മഹത്തായ ഐഡിയ. ഇത് ആരെടുത്ത തീരുമാനം? ഐൻസ്റ്റീൻ്റെ ആണോ? ആ ഓൺ ദ സ്പോട്ടിൽ ഡ്രൈവർ എടുത്ത തീരുമാനം. ഇതാണ് നിങ്ങൾ ആർജിക്കേണ്ട കഴിവ്. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നിങ്ങൾ ജീവിതത്തിൽ വളരെ വളരെ പ്രശ്നങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യും. എന്ത് പ്രശ്നം ഫേസ് ചെയ്യുമ്പോഴും വളരെ പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് ഡ്രൈവറെ പോലെ, അല്ലെങ്കിൽ 7ാം റാങ്ക് വാങ്ങിച്ച കുട്ടിയെ പോലെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്കും കഴിയണം. എനിക്കും ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ക്രൈസ്റ്റ് സ്കൂളിൽ ഇൻ്റർവ്യൂവിന് ടീച്ചറായിട്ട് 1981 പോയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇംഗ്ലീഷ് സ്കില്ലുണ്ടോയെന്ന് അറിയാൻ ഞങ്ങൾ ഒരു 10 ചോദ്യം മലയാളത്തിൽ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ട, പക്ഷെ അതേ ചോദ്യം തിരിച്ച് ഇംഗ്ലീഷ് ചോദിക്കണം. ഇതായിരുന്നു ടാസ്ക്. ആദ്യം 4 ചോദ്യം കേട്ടപ്പോൾ സന്തോഷമായിരുന്നു, എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു പറഞ്ഞു. 5ാമത്തെ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, കാരണം എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് അറിയില്ല. ഇന്നറിയാം, അന്നറിയില്ല. ചോദ്യമായിരുന്നു, ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി? അപ്പോൾ ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇന്ദിരാഗാന്ധി എന്ന് ശരി ഉത്തരം പറയാൻ എനിക്കന്ന് അറിയില്ല. പക്ഷേ അത് പറഞ്ഞില്ലെങ്കിൽ ജോലി കിട്ടില്ല. അപ്പോൾ അറിയില്ല എന്ന് പറയാൻ പഠിച്ച് ഞാനൊരു ഒപ്പിച്ചൊരുത്തരം പറഞ്ഞു, ഇഫ് ഇന്ദിരാഗാന്ധി ഈസ് ദ 10th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ എന്ന് ചോദിച്ചു. അവരോടൊന്ന് ചിരിച്ചു പറഞ്ഞു, സുരേഷിൻ്റെ ഉത്തരം തെറ്റെന്ന് പറയാനോ ശരിയെന്ന് പറയാനോ ഞങ്ങൾക്കാവുന്നില്ല. ബട്ട് ഒരു കാര്യം മനസ്സിലായി, യു ക്യാൻ അഡ്ജസ്റ്റ് ടു ദ സിറ്റുവേഷൻ, ബാക്കി ചോദിക്കുന്നില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കഴിയണം. ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുമ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാക്കി ശരിയായ തീരുമാനം വളരെ പെട്ടെന്നെടുത്ത് നല്ല ഉത്തരം കൊടുക്കാൻ നിങ്ങൾ കഴിയണം. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻ്റർവ്യൂവിന്, ഒരു ജോലിക്കൊരു ഇൻ്റർവ്യൂ നടക്കുന്നു. ഒരുപക്ഷെ ഞാൻ നടത്തുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പലരും പറയുന്നതാണ്, ഞങ്ങൾ വീണ്ടും ശ്രമിക്കും, ഞാൻ അതിന് മാർക്ക് കൊടുക്കാറില്ല. അല്ലെങ്കിൽ വേറെ ജോലിക്ക് ശ്രമിക്കും, അതിന് മാർക്ക് കൊടുക്കാറില്ല. അവിടെ പറയേണ്ട ഉത്തരം ഇതാണ്, ഞാൻ ഈ ഇൻ്റർവ്യൂ ജയിക്കും, ഈ ജയിച്ച് ഈ ജോലി അപ്പോയിൻമെൻറ്റ് വാങ്ങാൻ വന്ന വ്യക്തിയാണ് ഞാൻ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ അവർ ചോദിക്കും, തോപ്പിച്ചാലോ എന്നങ്ങനെ ചോദിച്ചാൽ പറയണം, നിങ്ങൾ എന്നെ തോപ്പിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദാറ്റ് ഈസ് എ കോൺഫിഡൻസ്. അതാണ് നിങ്ങൾ ഉത്തരത്തിന് പറ്റിയെടുക്കേണ്ട തീരുമാനം. ഞാൻ തോക്കില്ല, ഞാൻ ജയിക്കാൻ ജനിച്ചവനാണ്, എനിക്കിത് കിട്ടും എന്ന് ജഡ്ജസിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ അപ്പോൾ അതിനൊക്കെ ഒരു കാര്യമുണ്ട്. ഇന്നൊരു പക്ഷേ ഇതിനൊക്കെ തടസ്സം നിൽക്കുന്ന രക്ഷകർത്താക്കളാണെന്ന് ഞാൻ പറയും. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പോലും തനിച്ച് വിടില്ല. സ്കൂളിൻ്റെ നടവരെ കൊണ്ടാക്കും, അവിടെ നിന്ന് തിരിച്ചു വിളിച്ചുകൊണ്ടിരും. സ്കൂൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് 100 മീറ്റർ ദൂരമേ ഉള്ളെങ്കിലും വണ്ടിയായിട്ട് അവിടെ പോയി കാത്തു നിന്ന് ആ 100 മീറ്റർ വാഹനത്തെ കയറ്റി തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. തനിച്ച് കുട്ടി ഒരിടത്തും പോകാത്തതുകൊണ്ട് പ്രശ്നങ്ങൾ നേരിടുന്നില്ല. കുട്ടി പ്രശ്നങ്ങളെ നേരിടാത്തത് കൊണ്ട് തന്നെ പ്രശ്ന പരിഹാരം എന്താണെന്ന് ശീലമാകുന്നില്ല. അത്തരം കുട്ടികൾ വലുതാകുമ്പോൾ എവിടെയെങ്കിലും വഴിതെറ്റി അടിഞ്ഞ് താഴെ വീഴും. ഒരു 8ാം ക്ലാസ് കഴിയാലെങ്കിലും കുട്ടികളെ കുറച്ചൊക്കെ തനിച്ച് വിടണം. ആ തനിച്ച് വിട്ട് അവർ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം. ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന തീരുമാനം അവരെടുക്കേണ്ടത് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളിൽ നിന്ന് തീരുമാനമെടുത്തെടുത്ത് വന്നാൽ
വലുതാകുമ്പോൾ എത്ര വലിയ പ്രശ്നം വന്നാലും അവർ നേരിടും. ഇന്ന് ആത്മഹത്യകളുടെ എണ്ണം എന്തുകൊണ്ട് കൂടിക്കൂടി വരുന്നു എന്ന് ചിന്തിക്കൂ. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ മറികടക്കുന്നത് എങ്ങനെ എന്ന ശരിയായ തീരുമാനമെടുക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവില്ലായ്മയാണ് ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. അത് കുഞ്ഞുനാൾ തൊട്ട് പ്രശ്നങ്ങളുണ്ടായി തീരുമാനമെടുക്കാനുള്ള ശീലമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു 8ാം ക്ലാസ് തൊട്ട് തനിച്ചൊക്കെ വിടൂ, പ്രശ്നങ്ങളെ നേരിടട്ടെ. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് കൊച്ചു കൊച്ചു പ്രശ്നങ്ങളിൽ കൂടി തീരുമാനമെടുത്ത് വന്നാൽ അവർ ഒരിക്കലും ആത്മഹത്യയിലോട്ടൊക്കെ തള്ളിവിടേണ്ടി വരില്ല. അത്തരത്തിൽ നല്ല തീരുമാനമെടുക്കാൻ കഴിയുന്ന നല്ല വ്യക്തികളായിട്ട് നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.